പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെയുള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പൊ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ അലോവേരയൊക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും അതിന് ആവശ്യമായിട്ടില്ല. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു 4-5 തണ്ട് അലോവേര എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ തണ്ട് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് ജെല്ലൊക്കെ കിട്ടുകയുള്ളൂ. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ കുത്തിച്ചാരി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വെള്ളത്തിൽ കിടക്കുന്നുണ്ടില്ല, അതിന്റെ മഞ്ഞ കറയാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ആ കറ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും. അതിനുശേഷം ഇത് നന്നായിട്ട് 2 ട്രിപ്പ് ഒന്ന് കഴുകിയതിന് ശേഷം വരണം. ഞാൻ ഇനി ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ ഇതുപോലെ കഴുകി കുറച്ച് വെള്ളം 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ അലോവേര. അതുപോലെ തന്നെ ഞാനിപ്പോ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് അല്ലാതെ വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് അലോവേര ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വലുപ്പത്തിലോ നമുക്ക് എങ്ങനെ അതിന്റെ ജെല്ലെടുക്കാൻ പറ്റുമോ അതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെ എടുക്കാം. 2-3 പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ കഴുകി എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു കറയുണ്ട്, ഒരു എന്താ പറയാ, ഈ അലോവേരയ്ക്ക് ഒരു കറയുണ്ട്. ആ കറ പോകുന്നവരെയും നമ്മൾ കഴുകി എടുക്കണം. എങ്കിൽ മാത്രമേ ജെല്ല് നമുക്ക് കൂടുതൽ നാള് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. ഇതിപ്പോ ഞാൻ ഇതുപോലെ നന്നായിട്ടെല്ലാം കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതേപോലെ 2 സൈഡ്, ഇത് മുള്ളുള്ള ഭാഗമാണ്, ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വളരെ എളുപ്പം തന്നെ നമുക്ക് ജെല്ലെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം ഇതേപോലെ ഇനി എടുക്കാം. കുറച്ച് പച്ച ഭാഗമൊക്കെ ഇരിപ്പുണ്ടെന്ന് കരുതിയും കുഴപ്പമില്ല. നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം അരിച്ചെടുക്കുമ്പോഴേക്കും അതങ്ങ് മാറും. ഇപ്പൊ ഇതുപോലെ ഇതേ രീതിയിലാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചൊക്കെ പച്ചയൊക്കെ ഇതിനകത്തുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് ഇത് അരച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കും. അപ്പോൾ അതെല്ലാം അങ്ങ് മാറും. ഇത് നന്നായിട്ട് ഇതിലൊന്നിട്ടൊന്ന് അലമ്പി ഒന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കി കഴുകിയതിന് ശേഷം നമുക്ക് അടുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാം. അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഐസ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത ഐസ് വെള്ളമാണ് ഇത്. നമുക്ക് ഇത് നന്നായിട്ട് ഇതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഈ ഐസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഐസ് വെള്ളത്തിലൂടെ കഴുകി കഴിയുമ്പോഴേക്കും നന്നായിട്ടത് വൃത്തിയാവും. ഞാൻ ഐസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഐസ് വെള്ളത്തിലേക്ക് നന്നായി കഴുകിയെടുക്കുക. ഒരു 5 മിനിറ്റ് നേരം ഐസ് വെള്ളത്തിൽ വെച്ചിരുന്നതിന് ശേഷം വേണം നമുക്ക് കഴുകിയെടുക്കാനായിട്ട്. 5 മിനിറ്റ് നേരം ഇനി ഐസ് വെള്ളത്തിൽ ഇരിക്കട്ടെ. ഇപ്പോൾ ഞാനിത് ഐസ് വെള്ളത്തിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകി ഇനിയെടുക്കാം. ഐസൊന്നും ഇതിൽ വരാത്ത രീതിയിൽ നമുക്ക് ഐസ് വെള്ളത്തിൽ നിന്ന് ഞാൻ ഇത് മുഴുവനായിട്ട് കഴുകി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. അരിപ്പയിലേക്ക് നമുക്കിപ്പോൾ ഒരു തുണിയും കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് നല്ല രീതിയിൽ മാത്രം കിട്ടിയാൽ മതി. നന്നായിട്ട് അരിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തു. ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം.
അപ്പോൾ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അരിഞ്ഞിട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ പച്ച അതിൻ്റെ തൊലിയെല്ലാം ഇതിലേക്ക് ഇനി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ അതിൽ നിന്നും 3 സ്പൂണിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇത് നമുക്ക് നല്ലൊരു കട്ടിയായിട്ട് കിട്ടുന്നതിന് വേണ്ടി സാന്തങ്കമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നമുക്ക് ഫുഡിനൊക്കെ ചേർക്കുന്ന ഒന്നാണ്. ഇതിൽ യാതൊരു കെമിക്കലല്ല. ഇത് നമ്മൾ ഫുഡിലൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ സാന്തങ്കമ്മ് 1 സ്പൂൺ സാന്തങ്കമ്മും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. സാന്തകം ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ ഇതിലേക്ക് നന്നായിട്ട് മിക്സായി കിട്ടുന്നതുവരേക്ക് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഞാൻ കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അലോവേരയുടെ ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതേപോലെ വീണ്ടും 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 ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഈ ജ്യൂസ് എല്ലാം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ആക്കി കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് മിക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത്. മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കട്ടയായിട്ട് ബോൾ പോലൊരു കട്ടയായിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിപ്പോൾ ഇതേപോലെ ഇത് അലോവേരയുടെ ഒരു ബോട്ടിലായിരുന്നു, തീർന്ന് കടയിൽ നിന്ന് വാങ്ങിയ ഒരു ബോട്ടിലാണ്. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു വയ്ക്കാം. ഇത് ഒരു ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമ്പോൾ ഇത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇനി കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ മറ്റൊരു ബോട്ടിലോട്ട് മാറ്റാം. ഇത് നമുക്കിന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നാളെ ഞാനെടുത്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു ഓവർനൈറ്റ് കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അലോവേര ജെല്ലാണ്. ഇത് നമ്മൾ ബാലൻസ് ഇരുന്നത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ്. ഇല്ലേ, നന്നായിട്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെയുള്ള അലോവേര ജെല്ലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലിന് അതേ കൺസിസ്റ്റൻസിയിൽ അതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ചെടുത്ത് ഉണ്ടോ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് അലോവേരയും ബാക്കി വേറെ വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് തയ്യാറാക്കുന്നതിനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ തന്നെ 5 ലീഫ് രണ്ടെണ്ണം മാത്രമേ വലുതുണ്ടായിരുന്നുള്ളൂ, 3 ചെറുത് 5 ലീഫ് അലോവേര വെച്ച് ഇതുപോലെ ഒരു ബോട്ടിലും അതുപോലെ തന്നെ ഇതേപോലെ ഒരു പാത്രത്തിൽ നിറയെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെയാണ് ഇരിക്കുന്നതും. അപ്പോൾ വളരെ നല്ല, കാരണം ഇതാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ വേറെ കെമിക്കലുകളൊന്നും ചേർത്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലോവേരയൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വലിയ വിലയാണ്. നല്ല വില കൊടുത്തെങ്കിൽ മാത്രമേ അലോവേര ജെല്ലൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുകയുള്ളൂ. ഇതിപ്പോ അലോവേര ജെല്ലിന്റെ ഒരു ടിന്നാണ്. ഇത് ഞാൻ കടകളിൽ നിന്ന് വാങ്ങിച്ച അലോവേര ജെല്ലാണ്. ഇതിന് 175 രൂപയായിരുന്നു ഈ ഒരു ബോട്ടിലിന് വില. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം, നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇത് നമ്മൾ ഇത്രയും വില കൊടുത്തൊന്നും വാങ്ങിക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല. നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.